മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരരെ, കൈത്താക്കാലത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൈവരാജ്യത്തെക്കുറിച്ചും ഭൗതിക സമ്പത്ത് എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കേണ്ടതെന്നും ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ യേശു വ്യക്തമാക്കി തരുന്നു. സമ്പത്ത് സ്വരുക്കൂട്ടുവാനും സമ്പന്നരാകുവാനും ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ അത് വെറും നശ്വരങ്ങളായ കീടങ്ങളും തുരുമ്പും കള്ളന്മാർ അപഹരിക്കുകയും ചെയ്യുന്ന ഭൗതിക സമ്പത്തിനെ പറ്റിയല്ല, മറിച്ച് യേശു പറഞ്ഞു വയ്ക്കുന്നത് ആത്മീയവും അനശ്വരവുമായ സ്വർഗീയ സമ്പത്തിനെ പറ്റിയാണ്. ലോകം മുഴുവൻ കീഴടക്കിയ വിശ്വപ്രസിദ്ധനായ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മരണസമയത്ത് 3 ആഗ്രഹങ്ങൾ പറഞ്ഞു വെക്കുകയുണ്ടായി. ഒന്നാമതായി, തന്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ തൻ്റെ 2 കൈകളും ശവമഞ്ചത്തിന് പുറത്തു ഇടണമെന്ന്. അതിലൂടെ അദ്ദേഹം ഈ ലോകത്തോട് പറഞ്ഞു വെക്കുന്നത് താൻ ഈ ലോകത്തിൽ സമ്പാദിച്ചതും താൻ ഈ ലോകത്തിൽ വെട്ടിപ്പിടിച്ചതുമെല്ലാം താൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഇവയൊന്നും കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ ഇവയോടെല്ലാം യാത്ര പറഞ്ഞിട്ടാണ് താൻ മടങ്ങുന്നത് എന്ന്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, തന്റെ മൃതശരീരം കല്ലറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ താൻ ഇത്രനാൾ സ്വന്തമായി കരുതിയ, താൻ ഇത്രനാൾ സ്വരുക്കൂട്ടിയ തൻ്റെ സ്വത്തുക്കൾ മുഴുവനും വഴിയരികിൽ ഉപേക്ഷിക്കണമെന്ന്. അതിലൂടെ ഈ മഹാനായ മനുഷ്യൻ പറയുന്നത്, നമ്മൾ എന്തൊക്കെ സ്വന്തമെന്ന് കരുതിയാലും, നമ്മൾ എന്തൊക്കെ പ്രിയപ്പെട്ടതായി കരുതിയാലും നമ്മളുടെ അവസാന യാത്രയിൽ അവയൊന്നും നമുക്ക് ഉപകാരപ്പെടുകയില്ല എന്ന്. മൂന്നാമതായി, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഇപ്രകാരം പറയുന്നു, തന്റെ മൃതശരീരം കല്ലറയിലേക്ക് വഹിക്കേണ്ടത് തന്റെ രാജകൊട്ടാരത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ വൈദ്യരും മന്ത്രിമാരുമായിരിക്കണമെന്ന്. ഇതിലൂടെ ഈ ചക്രവർത്തി പറഞ്ഞു വെക്കുന്നത്, നമ്മൾ എത്രമാത്രം സമ്പാദിച്ചാലും, നമ്മൾ എത്രമാത്രം അധികാരമുള്ളവരാണെങ്കിലും മരണം എന്ന യാഥാർത്ഥ്യത്തിന് മുൻപിൽ നമ്മൾ ഒന്നുമല്ല എന്ന്. നമ്മൾ എത്രമാത്രം സമ്പാദിച്ചാലും, നമ്മൾ എത്രമാത്രം അധികാരമുള്ളവരാണെങ്കിലും, എത്രമാത്രം പ്രഗത്ഭരായ വൈദ്യരുണ്ടെങ്കിലും മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുൻപിൽ മനുഷ്യരായ നമ്മളെല്ലാം ഒന്നുമല്ല എന്ന് ബോധ്യം നമുക്ക് നൽകുന്നു. പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മോട് പറഞ്ഞു വെക്കുന്നതും ഇതുതന്നെയാണ്. നശ്വരങ്ങളായ ഭൗതിക സമ്പത്തല്ല, മറിച്ച് അനശ്വരവും ആത്മീയവുമായ സ്വർഗീയ സമ്പത്ത് സ്വരുക്കൂട്ടുവാൻ നമ്മൾക്ക് ശ്രമിക്കാം. നമ്മൾ ഈ ഭൂമിയിൽ സ്വന്തമാക്കുന്ന ഭൗതിക സമ്പത്തുകൾ നശ്വരങ്ങളാണെന്നും അനശ്വരവും ആത്മീയവുമായ സ്വർഗീയ സമ്പത്ത് സ്വരുക്കൂട്ടുവാനും യേശു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അതിനുവേണ്ട കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.